ഹോം ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് സാനിറ്റൈസർ ഡിസ്പെൻസർ അല്ലെങ്കിൽ സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അതെല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സമയത്താണ് ആ വീഡിയോ വന്നതെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇന്നും അതുപോലെ കോവിഡുമായി ഇൻഡയറക്ട്ലി ബന്ധമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഈ കഴിഞ്ഞ 2-2.5 മാസമായിട്ട് പൊതുഗതാഗതം തീർത്തുമില്ലായിരുന്നു കേരളത്തിൽ. അപ്പം ഒരുപാട് വസ്തുക്കളുടെ വിൽപ്പന വർദ്ധിച്ച കൂട്ടത്തിൽ വർദ്ധിച്ച വിൽപ്പന എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് സൈക്കിളുകൾ. അപ്പോൾ ഈ സൈക്കിൾ ഷോപ്പുകളിലൊക്കെ പെട്ടെന്ന് തന്നെ സൈക്കിളുകൾ സ്റ്റോക്ക് തീരുന്ന ഒരവസ്ഥ ഉണ്ടായി. ആളുകൾ കൂടുതലായിട്ട് സൈക്കിൾ മേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസുകളിലൊക്കെ ആളുകൾക്ക് പോകാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ, ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ഒരു ഭാഗികമായിട്ട് വന്നു തുടങ്ങിയെങ്കിലും ആളുകൾക്ക് അതിൽ സഞ്ചരിക്കാനുള്ള ഭയമുണ്ട്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസുകളിലൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആളുകളിൽ വന്നു. അങ്ങനെയാണ് സൈക്കിളിൻ്റെ സെയിൽ കൂടിയത്. അപ്പോൾ പല സൈക്കിൾ ഷോപ്പുകളിലും സൈക്കിൾ സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഡു ഇറ്റ് യുവർ സെൽഫ് ആ സീരീസിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്. അതിപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടാക്കിയതല്ല, ഒരു 3-3.5 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഞാൻ സൈക്കിൾ ആദ്യമായിട്ട് വാങ്ങിയ സമയത്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അത് PVC പൈപ്പിൽ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ കടയിൽ നിന്ന് വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റ് സൈക്കിളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ 2 പ്രൊഡക്ട്സും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ, ഈ ഉപകരണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഒരു സൈക്കിൾ സ്റ്റാൻഡായി മാറുന്നതെന്ന്. പക്ഷേ ഇതൊരു സൈക്കിൾ സ്റ്റാൻഡാണ്. അത് ഞാൻ ഡെമോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PVC പൈപ്പ് കഷ്ണങ്ങൾ യോജിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ്. ഇതിൻ്റെ വിശദമായ അസംബ്ലി ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ ഇപ്പോൾ സാധ്യമല്ല. കാരണം ഇത് പ്രൊഡക്റ്റ് ഓൾറെഡി അസംബിൾഡ് ആയതുകൊണ്ടും 2-3 വർഷം മുമ്പേ ഉണ്ടാക്കിയതായതുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അസംബ്ലിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ വേണ്ട പൈപ്പ് കഷ്ണങ്ങളുടെ അളവ് മാത്രം ഞാൻ പറയാം. 60 സെൻറ്റിമീറ്ററിൻ്റെ 2 കഷ്ണം, 40 സെൻറ്റിമീറ്ററിൻ്റെ 2 കഷ്ണം, 20 സെൻറ്റിമീറ്ററിൻ്റെ 4 കഷ്ണം, ഇങ്ങനെ ടോട്ടൽ 2 മീറ്റർ 80 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പാണ്, 1 ഇഞ്ച് പൈപ്പാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 3 മീറ്റർ പൈപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ T 6 എണ്ണം വേണം. അതുപോലെ എൽബോ 2 എണ്ണം വേണം. പൈപ്പിൻ്റെ അറ്റത്തുള്ള സ്റ്റോപ്പർ 4 എണ്ണം വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ 20 സെൻറ്റിമീറ്റർ 4 കഷ്ണം ബേസിൽ കാണുന്നില്ലേ, അത് T ജോയിൻറ്റുകൾ വഴി യോജിപ്പിച്ച് മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് കുത്തനെ നിൽക്കുന്നത് 60 സെൻറ്റിമീറ്ററിൻ്റെ 2 പൈപ്പാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് 2 എൽബോകൾ കൊടുത്ത് അത് യോജിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് കുറുകെ 2 പൈപ്പുകൾ കാണാം പാരലലായിട്ട് നിൽക്കുന്നത്. അത് 40 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പുകളാണ്. അതും T ജോയിൻ്റ് വഴിയാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ പൈപ്പുകളുടെ എൻഡുകളിലെല്ലാം സ്റ്റോപ്പർ വെച്ച് അടച്ചിരിക്കുന്നു. ഇത്രയും സംഗതികൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഉപകരണം ഉണ്ടാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നിങ്ങൾ അത് പൈപ്പൊക്കെ ജോയിൻറ്റുകളൊക്കെ നിങ്ങൾ സ്റ്റാർ ബോണ്ട് വെച്ച് ഒട്ടിക്കുക നന്നായിട്ട്. ഇത്രയേ ഇതിൻ്റെ പണിയുള്ളൂ. അപ്പോൾ ഇത് കാണുക, ഇതിൻ്റെ അസംബ്ലി മനസ്സിലാക്കുക, ഇതുപോലൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, സൈക്കിളിൻ്റെ ബാക്ക് വീലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ആ വെർട്ടിക്കലായിട്ടുള്ള 2 പാരലൽ പൈപ്പുകളുടെ ഇടയിലെ ഗ്യാപ്പിലൂടെ, അതുപോലെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന 2 പൈപ്പുകളുടെ ഗ്യാപ്പിലൂടെ ബാക്ക് വീൽ കയറ്റി വെച്ചിരിക്കുന്നു. അത് അവിടെ എന്താ പറയുക, അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. അതോടൊപ്പം സൈക്കിള് മൊത്തത്തിൽ സ്റ്റേബിളായിട്ട് നിൽക്കും. സൈക്കിളിൻ്റെ ബിൽറ്റ് ഇൻ സ്റ്റാൻഡ് ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഇപ്പം നിങ്ങൾക്ക് കാണാം സൈക്കിളിൻ്റെ ഫ്രണ്ട് വീലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അത് ബാക്ക് വീല് കയറ്റി വെച്ച പോലെ തന്നെ അതേ രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചാൽ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീൽ അല്ലെങ്കിൽ ബാക്ക് വീൽ
കയറ്റി വെച്ച് നമ്മളതൊരു സൈക്കിൾ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമ്മൾ ബാക്കിലെ വീല് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അതിനെ വെർട്ടിക്കലായിട്ട് വയ്ക്കാൻ കഴിയും, കുത്തനെ വയ്ക്കാൻ കഴിയും. ഇങ്ങനെയും സൈക്കിള് പാർക്ക് ചെയ്യാം. അതായത് സ്ഥല സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ സ്റ്റാൻഡ് ഉപയോഗിച്ച് സൈക്കിള് പാർക്ക് ചെയ്യാം. ഇങ്ങനൊരു മൂന്നാമത്തെ ഉപയോഗം കൂടെ ഈ സ്റ്റാൻഡിന് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച രീതിയിലല്ല, സ്റ്റാൻഡ് വേറെ ലെവലാണ്. ഇനി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ്, ഒരു ഹുക്കാണ്. ഇത് നമ്മൾ ഡെക്കാത്തലണിൽ കിട്ടും. അവരുടെ ഒരു സൈക്കിൾ ബ്രാൻഡാണ് ബീറ്റ്വിൻ എന്ന് പറയുന്നത്. ആ ബീറ്റ്വിൻ്റെ ഒരു ആക്സസറി ആയിട്ട് വരുന്ന ഒരു ഹുക്കാണിത്. ഇതൊരു വാൾ ഹുക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചുമരിൽ സൈക്കിൾ ഹൊറിസോണ്ടലായിട്ട് തൂക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വാൾ ഹുക്കാണ്. ഇത് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇത് നമുക്ക് സൈക്കിൾ വെർട്ടിക്കലായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഹുക്കിനെ മാറ്റിക്കൂടാ. അങ്ങനെ ഒരു ആലോചന വന്നപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ 2 ഹുക്ക് വാങ്ങിച്ചു. എന്നിട്ട് ഞാനത് വെർട്ടിക്കലായിട്ട് പിന്നെ ഡ്രില്ലർ ഉപയോഗിച്ച് വാളിൽ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ സൈക്കിൾ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ചു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സൈക്കിൾ വെക്കാനായിട്ട് അധികം സ്ഥലമൊന്നും വേണ്ട. ഇങ്ങനെ 2 ഹുക്കിൽ ബാക്ക് വീലും ഫ്രണ്ട് വീലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് എടുക്കേണ്ട സമയത്ത് വളരെ ഈസി ആയിട്ട് സൈക്കിൾ അത് അൺഹുക്ക് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഉണ്ടാക്കിയ PVC സ്റ്റാൻഡും ഈ ഹുക്കും ഒരുമിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ ദിവസം സൈക്കിൾ നിർത്തിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ 2 സ്റ്റാൻഡുകളും ഒരുമിച്ച് ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ അതിന്റെ ഉപയോഗം എത്രത്തോളം ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.